നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോമീറ്ററാണ്. ഹൈഡ്രോമീറ്റർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സെല്ല്. ഈ സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനാണ്. അകത്ത് കിടക്കുന്നതാണ്, ഈ സിലിണ്ടറിൻ്റെ അകത്ത് കിടക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഇത് നിബ്ബാണ്, ഇത് റബ്ബർ ബോളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്യുപ്മെൻറ്റാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. നമ്മൾ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ്, സെക്കൻഡറി സെല്ലാണ്. അപ്പോൾ ഇതിനകത്ത് HCl അല്ല മോനെ, ഇതിനകത്ത് ആഷിക്ക് ഇതിനകത്ത് H2SO4 ആണ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് പ്ലേറ്റായിട്ട് ലെഡ് ഓക്സൈഡും നെഗറ്റീവ് പ്ലേറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ചി ലെഡുമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് മാത്രം മനസ്സിലാക്കിയത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് H2SO4 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഗ്രാവിറ്റി എന്നൊരു ടേമാണ്. യഥാർത്ഥത്തിൽ നമ്മളവിടെ മെഷർ ചെയ്യുന്ന ഡെൻസിറ്റിയാണ്. ഈ H2SO4ൻ്റെ ഡെൻസിറ്റിയെ നമ്മൾ മെഷർ ചെയ്യുകയാണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡെൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ്, വാട്ടർ. ഡെൻസിറ്റിയാണ് വിത്ത് റെസ്പെക്റ്റ് വാട്ടറാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ പിന്നീട് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനെ നമ്മളൊരു 5 ടൈപ്പ് റീഡിങ്, കോമൺലി കുറഞ്ഞൊരു 6 ടൈപ്പ് റീഡിംഗ് ഉണ്ട്. നമ്മളൊരു 5 ടൈപ്പ് റീഡിംഗ് എങ്കിലും ഇത് പഠിച്ചു വെച്ചേക്കണം. അതായത് പ്രധാനമായിട്ടും ഉള്ളതെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഫുള്ളി കണ്ടീഷൻ ആകണമെങ്കിൽ 1.26നും 1.28ൻ്റെ ഇടയിലായിരിക്കും. 1.26നും 1.28ൻ്റെ ഇടയിലായിരിക്കും ഈ റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയാണെങ്കിൽ 1.23 മുതൽ 1.26 വരെ വരികയാണെങ്കിൽ 3% ചാർജ് ബാറ്ററിക്കുണ്ട്, 3/4. ഇനി 1.20 മുതൽ 1.23 വരെയാണ് വരുന്നതെങ്കിൽ ഹാഫ്ലി ചാർജഡാണ്. 1.20 മുതൽ 1.23 വരെ. ഇനി നിങ്ങൾ 0.3 വെച്ച് കുറച്ച് പറഞ്ഞാൽ മതി അല്ലേ. 1.20 മുതൽ 1.23 വരെ എന്താണ്, ഹാഫ്ലി ചാർജ്ഡ്. ഇനി 1.17 മുതൽ 1.12 അല്ലെങ്കിൽ 1.20 വരെയാണെങ്കിൽ എന്താണ്, 1/4 ചാർജ്ഡ് ആണ്. ഇനി പറഞ്ഞ 1.27നും 1.14നും ഇടയിലാണെങ്കിൽ എബൌട്ട് റൺ ഡൗൺ, ഏത് നിമിഷം ബാറ്ററിയുടെ ചാർജ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം, തീരാം. 1.14ന് ശേഷമാണെങ്കിൽ ലാസ്റ്റ്. നമ്മൾ ബേസിക്കലി ഈ റീഡിങ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നീട് നമ്മൾ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ തിയറി സൈഡ് നോക്കിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉള്ളത്. നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നോക്കണം, ഇലക്ട്രോലൈറ്റ് കയറിയിട്ടുണ്ട്. നമ്മൾ റീഡിങ് നോക്കണം അല്ലേ. റീഡിങ് ഏകദേശം വരുന്നതെന്ന് വെച്ചാൽ എത്രയാണ്, 1.1നും 1.20ക്കും ഇടയിലാണ്. അപ്പോൾ നമ്മൾ പാർഷ്യലി ഫിൽഡാണ് അല്ലെങ്കിൽ ഹാഫ്ലി ഫിൽഡാണ്. അപ്പോൾ ശ്രുതി പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നുള്ളതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ്, ഇവൻ്റെ കേസിൽ H2SO4 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എന്താണ്, വാട്ടറാണ്. ഓക്കെ, കമ്മിറ്റി എന്തെങ്കിലും സംശയങ്ങൾ? മുബാറക്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആഷിഖിനോട് അഭിനവിനോട് ചോദിക്കുക. ഓക്കെ.